ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്വിസ് ആൻഡ് ഗെസ്സിലേക്ക് സ്വാഗതം. USS എക്സാമിന് വരാൻ സാധ്യതയുള്ള ബേസിക് സയൻസിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്ന ഭാഗം ഏത്? ഉത്തരം പുഷ്പാസനം. സസ്യങ്ങളിൽ ഡാഷ് എന്ന ധർമ്മം നിർവഹിക്കുന്നത് പൂക്കളാണ്. ഉത്തരം പ്രത്യുൽപാദനം. താഴെ പറയുന്നവയിൽ പുഞ്ചഫലത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? ഉത്തരം ചക്ക. മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് ആരാണ്? ഉത്തരം റോബർട്ട് ഹുക്ക്. താഴെ പറയുന്നവയിൽ വലുപ്പക്രമത്തിൽ എഴുതിയത് ഏത്? ഉത്തരം ആന, ഒട്ടകം, കുതിര, ആട്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആര്? ഉത്തരം MK ഷ്ലീഡൻ. കോശത്തിന്റെ കേന്ദ്രം ഏതാണ്? ഉത്തരം മർമ്മം. പുഞ്ചഫലത്തിന് ഉദാഹരണം ഏത്? ഉത്തരം സീതപ്പഴം. ഏകലിംഗ പുഷ്പത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? ഉത്തരം റോസ്. പുംബീജം എവിടെയാണ് കാണപ്പെടുന്നത്? ഉത്തരം പരാഗരേണുകളിൽ. ഉറുമ്പിലുള്ള ആസിഡ് ഏത്? ഉത്തരം ഫോർമിക് ആസിഡ്. ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? ഉത്തരം ഹൈഡ്രജൻ. ഇവയിൽ വൈദ്യുതി കടത്തിവിടുന്ന വസ്തു ഏത്? ഉത്തരം ഇരുമ്പ്. സോപ്പുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബേസ് ഏത്? ഉത്തരം സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇവയിൽ ഏതിൻ്റെ നിർമ്മാണത്തിനാണ് ടാനിക് ആസിഡ് ഉപയോഗിക്കുന്നത്? ഉത്തരം തുകൽ. നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ ദഹനത്തെ സഹായിക്കാനായി ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് ഏത്? ഉത്തരം ഹൈഡ്രോക്ലോറിക് ആസിഡ്. നെല്ലിക്കയ്ക്ക് പുളിരുചി നൽകുന്ന ആസിഡ് ഏത്? ഉത്തരം അസ്കോർബിക് ആസിഡ്. ആസിഡുകളുടെ പൊതു സവിശേഷത ഏത്? ഉത്തരം നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ഹൈഡ്രജൻ കണ്ടെത്തിയത് ആര്? ഉത്തരം ഹെൻറി കാവൻഡിഷ്. ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിരിക്കുന്നത് ഏതിലാണ്? ഉത്തരം തൈര്. വിറ്റാമിൻ സി അറിയപ്പെടുന്നത്? ഉത്തരം അസ്കോർബിക് ആസിഡ്. ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ രാസനാമം? ഉത്തരം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ആപ്പിളിൽ അടങ്ങിയ ആസിഡ് ഏത്?
ഉത്തരം മാലിക് ആസിഡ്. സിങ്കും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏതെല്ലാം? ഉത്തരം സിങ്ക് സൾഫേറ്റും ഹൈഡ്രജനും. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഏത് ലോഹം ചേർക്കുമ്പോഴാണ് കൂടുതൽ കുമിളകൾ ഉണ്ടാകുന്നത്? ഉത്തരം സിങ്ക്. നല്ല അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.